അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്തും നടക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിൽ നടന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ യൂത്ത് കോൺഗ്രസിന്റെ ആറ്റിങ്ങൽ അസംബ്ലി പ്രസിഡന്റായ സുഹൈലിന്റെ വീട്ടിലേക്ക് ഇന്നലെ രാത്രിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇരച്ചു കയറുന്നു. പോലീസ് സാന്നിധ്യത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീട്ടിലേക്ക് ഇരച്ചു കയറുന്നത്, വീടിന് നേരെ കല്ലെറിയുന്നത്, വീട് തല്ലി തകർക്കുന്നത്. സുഹൈലിന്റെ ഭാര്യയും കുഞ്ഞിനെയും ആക്രമിച്ചു എന്ന തരത്തിലേക്കും പരാതി വരുന്നുണ്ട്. എങ്ങോട്ടാണ് ഈ കേരളത്തിന്റെ പോക്ക്? തങ്ങളുടെ കയ്യിൽ അധികാരമിരിക്കുമ്പോ സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അതേ പോലീസിന്റെ മുൻപിൽ വെച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതേ പോലീസിന്റെ ഒത്താശയോടുകൂടി തന്നെ എതിർകക്ഷിയിലുള്ള ഒരു പാർട്ടി പ്രവർത്തകന്റെ വീട് രാത്രിക്ക് രാത്രി തച്ച് തകർക്കാൻ കഴിയുന്നത്ര തരത്തിലേക്ക് ദയനീയമായി പോയോ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനം, ഇവിടുത്തെ സർക്കാർ സംവിധാനം, ഇവിടുത്തെ പോലീസ് സംവിധാനം എന്ന് പറയേണ്ടി വരുന്നു. എന്താണ് സുഹൈൽ ചെയ്ത അപരാധം? കൊലപാതകമോ മറ്റു ക്രൂര പ്രവർത്തനങ്ങളോ അല്ല. അതായിരുന്നുവെങ്കിൽ പോലും ചിലപ്പോൾ ഇവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം അയാളെ വെറുതെ വിടുമായിരുന്നു. ഇവിടെ ചെയ്തത് സഖാവ് പിണറായി വിജയൻ വരുന്ന വാഹനത്തിന് തൊട്ടു മുൻപിൽ നിന്നുകൊണ്ട് കരിങ്കൊടി പ്രതിഷേധം നടത്തി എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യപരമായി കരിങ്കൊടി പ്രതിഷേധം എന്ന ഒരു അംഗീകരിക്കപ്പെട്ട ഒരു പ്രതിഷേധം നടത്തിയതിന്റെ പുറത്ത് രാത്രിക്ക് രാത്രി ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് പോലീസിന്റെ സാന്നിധ്യത്തിൽ തച്ചു തകർക്കുമ്പോ, തരിപ്പണമാക്കുമ്പോ അവിടെ നിശബ്ദമായി നിൽക്കുകയാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനം, ഇവിടുത്തെ പോലീസ്. ഈ പോലീസ് ആരെയാണ് ഭയക്കുന്നത്? അധികാരവർഗത്തെ ഭയന്നുകൊണ്ട് എത്ര കാലം ഇവിടുത്തെ പോലീസ് ഇങ്ങനെ ജീവിക്കും? ഈ വിഷയത്തെ പറ്റി സുഹൈൽ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഇമാര് വന്ന് കയറി ആദ്യം കല്ലെറി തുടങ്ങി. പോലീസുകാർ ചലിച്ചിട്ടില്ല, അത് നിപ്പടം നിൽക്കണം, ചലിച്ചിട്ടില്ല, കല്ലെറി തുടങ്ങി. ആ പ്രശ്നങ്ങളായി. വാളിനാണ് വെട്ടി പൊളിച്ചത്. ഈ ഡോർ മൊത്തം വാളിനാണ് വെട്ടിപ്പൊളിച്ചത്. ഉമ്മായി പിടിച്ച് വലിച്ചടച്ച് എന്റെ കുഞ്ഞിനെ കൈ പിടിച്ച് വലിച്ചു. വൈഫിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ കൈ പിടിച്ച് വലിച്ചു. അവളെ നേരെ റൂമിലോട്ട് തള്ളി കിട്ടും. ഈ അനീതി മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ട ഈ അനീതി മുഖ്യമന്ത്രി കണ്ടോ? മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണ് എന്ന് മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോ മുഖ്യമന്ത്രി പറയുന്നത് അത് പോലീസിന്റെ കാര്യമല്ലേ, പോലീസ് നോക്കിക്കോളുമെന്ന്. അത് പോലീസ് നോക്കിക്കോളും. പോലീസിന്റെ കാര്യങ്ങൾ പോലീസ് നോക്കിക്കോളും. കേരള ജനതയെ മുഴുവൻ നിയന്ത്രിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ നാട്ടിൽ നടന്ന ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവൃത്തിയെ പറ്റി ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുമ്പോൾ പറയുകയാണ് അത് പോലീസിന്റെ പ്രവൃത്തിയല്ലേ, പോലീസ് ചെയ്തുകൊള്ളുമെന്ന്. വീണ്ടും ചോദിക്കുമ്പോഴും അത് തന്നെ പറയുന്നു. ആ ഒരൊറ്റ വാക്കിൽ അദ്ദേഹം മറ്റൊന്നും പറയാതെ നിശബ്ദനായിരിക്കുന്നു. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? നിശബ്ദമായിരുന്നാൽ പിന്നെ ഒന്നിനോട് മറുപടി കൊടുക്കണ്ട എന്നോ? നാട്ടിൽ ആര് ക്രമസമാധാനം തകർക്കാൻ ശ്രമിച്ചാലും അത് സ്വന്തം പാർട്ടി പ്രവർത്തകരാണെങ്കിൽ പോലും അതിനെതിരെ പ്രതികരിക്കണം. കാരണം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി അല്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രതിഷേധം അറിയിച്ചപ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്, വില നൽകുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല, ആ സ്ഥാനത്തിനാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പുറത്തേക്ക് മുഖ്യമന്ത്രി എന്ന വളരെ ബഹുമാനപ്പെട്ട ഒരു സ്ഥാനം കൂടി താങ്കൾ അലങ്കരിക്കുന്നുണ്ട് എന്ന് ഓർക്കുക. ഈ വിഷയത്തെ പറ്റി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഇന്നലെ ആറ്റിങ്ങല് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിന്റെ വീട് ആക്രമിച്ചു, സ്ത്രീകളെ ആക്രമിച്ചു. സമാധാനപരമായി പ്രതിഷേധം നടത്തുവാൻ കഴിയാത്ത തരത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? സമാധാനം എന്നൊന്ന് ഇനി കേരളത്തിൽ ഉണ്ടാവില്ലേ എന്ന ആശങ്ക ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങളാണ് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്.